അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു വന്നത് സൂറത്തു നബയിലെ 20 ആയത്ത് വരെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു മറ്റൊരു വീഡിയോയിൽ. ഈ വീഡിയോയിൽ നേരെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദാ. ഇന്ന ജഹന്നമ, നിശ്ചയം നരകം, കാനത്ത് അതായിരിക്കുന്നു, മിർസ്വാദൻ പതിയിരിക്കുന്നൊരു സ്ഥലമായിരിക്കുന്നു. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദാ, തീർച്ചയായും നരകം പതിയിരിക്കുന്നൊരു സ്ഥലമാകുന്നു. ലിത്വാഈന മആബാ. ലിത്വാഈന, അക്രമികളായ ആളുകൾക്ക്, മആബൻ മടക്ക സ്ഥാനവുമായിരിക്കുന്നു. ലിത്വാഈന മആബാ, അക്രമികൾക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലവുമായിരിക്കുന്നു. ലാബിസീന ഫീഹാ അഹ്കാബാ. ലാബിസീന, അക്രമികളായ ആളുകൾ അതിൽ താമസിക്കുന്നവരാണ്. ഫിഹ, അതിനകത്ത്, ഈ നരകത്തിൽ. അഹ്കാബൻ, ഈ ഹുക്ബ് എന്ന വാക്കിൻ്റെ ജമ്മാണ് അഹ്കാബ് എന്ന് പറയുന്നത്. ഹുക്ബ് എന്ന് പറഞ്ഞ ഒരു യുഗം എന്നാണ് പറയുക. അപ്പോൾ ലാബിസീന, ഇവർ താമസിക്കുന്നവരാണ്, ഈ അക്രമികളായ ആളുകൾ. ഫിഹ, നരകത്തിൽ. അഹ്കാബൻ, യുഗങ്ങളോളം. ലാബിസീന ഫിഹ അഹ്കാബ, അതിൽ അവർ പല യുഗങ്ങൾ താമസിക്കുന്നവരാണ്. ലാ യദൂകൂന ഫിഹ ബർദൻ വലാ ശറാബ. ലാ യദൂകൂന, അവർ രുചിച്ച് നോക്കുകയില്ല. ഫിഹ, ആ നരകത്തിൽ. ബർദൻ, തണുപ്പ്. വലാ ശറാബ, വല്ല പാനീയവും. ലാ യദൂകൂന ഫീഹ ബർദൻ വലാ ശറാബ, ഇല്ല ഹമീമൻ, ചൂടുള്ള ജലം. വഗസ്സാക്ക, അതിതണുത്ത ജലം. ചലാൻ എന്ന് വെച്ചാൽ നമ്മളെ പഴുപ്പൊന്നും, ഈ ചൊറിയും ഈ പഴുപ്പൊക്കെ ഉണ്ടാവില്ല, അതിൽ നിന്നൊഴുകുന്ന ദ്രാവകമാണ് അത് എന്നാണ് മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിച്ചു തരുന്നത്. ഈ രണ്ടായത്ത് കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ലാ യദൂകൂന ഫിഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാക, അതിൽ വളരെ ചൂടുള്ള ജലവും, അതായത് ദുർഗന്ധത്തോടു കൂടി ഒഴുകുന്ന ജലവും, അതിശീത ജലവുമല്ലാതെ, തണുത്ത ദുർഗന്ധം വമിക്കുന്ന ദ്രാവകവുമല്ലാതെ, തണുപ്പോ വല്ല പാനീയമോ അവർ രുചിച്ച് നോക്കുകയില്ല. ജസാഅൻ വിഫാഖ, ജസാഅൻ പ്രതിഫലം, വിഫാഖൻ യോജിച്ച. ജസാഅൻ വിഫാഖ, യോജിച്ച പ്രതിഫലം തന്നെ. അതായത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് യോജിച്ച പ്രതിഫലമാണ്. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. ഇന്നഹും, നിശ്ചയമായും അവർ, കാനു അവരായിരുന്നു, ലാ യർജൂന അവർ ആഗ്രഹിച്ചിരുന്നില്ല, ഹിസാബ ഇത്തരം ഒരു വിചാരണയെ.
ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. ഇവർക്ക് യോജിച്ചതായ പ്രതിഫലം കിട്ടാനുള്ള കാരണം തീർച്ചയായും അവർ ഈ വിചാരണയെ ആഗ്രഹിച്ചിരുന്നില്ല. فكذبوا بآياتنا كذابا. കذബു അവർ കളവാക്കി. ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, കിദാബൻ പാടെ കള്ളമാക്കി. കذبوا بآياتنا كذابا നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ പാടെ കള്ളമാക്കുകയും ചെയ്തു. വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ. വകുല്ല ശൈഇൻ എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു നാം കൃത്യമാക്കി കണക്കാക്കി വെച്ച്, കിതാബൻ എഴുതി വെച്ചിട്ട്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ നാം ആകട്ടെ എല്ലാ കാര്യങ്ങളും എഴുതി കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. ഫദൂഖൂ അതുകൊണ്ട് ഈ അക്രമികളെ നിങ്ങൾ രുചിച്ചു കൊള്ളുക, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക ഈ നരകത്തെ. ഫലൻ നസീദകും നിങ്ങൾക്ക് അധികരിച്ച് തരികയില്ല നാം, ഇല്ലാ അദാബാ ശിക്ഷയല്ലാതെ. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ അതുകൊണ്ട് അക്രമികളെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളണം, ഇനി നിങ്ങൾക്ക് ശിക്ഷ മാത്രമേ നാം വർദ്ധിപ്പിച്ചു തരികയുള്ളൂ. ഇന്നലിൽ മുത്തഖീന മവാസാ. ഇന്നലിൽ മുത്തഖീന തീർച്ചയായും സൂക്ഷിച്ച് ജീവിച്ചവർക്കുണ്ട്, മഫാസൻ വിജയമുണ്ട്. ഇന്നലിൽ മുത്തഖീന മഫാസാ തീർച്ചയായും ഭയഭക്തിയോടെ ജീവിച്ചവർക്ക് വിജയമുണ്ട് കേട്ടോ. ഹദായിക വ അഅ്നാബ. ഹദായിക മുന്തിരിവള്ളികൾ, ഹദായിക തോട്ടങ്ങളും, വഅ്നാബൻ മുന്തിരിവള്ളികളും. കവാഇബ അത്റാബ സമപ്രായക്കാരായ തരുണികളും. കൈസൻ ദിഹാക മദ്യം നിറഞ്ഞ കോപ്പകളും. ആ 3 ആയത്തുകൾ ഒന്നുകൂടി നമ്മൾ കൂട്ടി ഓതുമ്പോൾ ഇങ്ങനെയാണ് ആശയം വരിക. ഹദായിക വ അഅ്നാബ വകവാഇബ അത്റാബ വകൈസൻ ദിഹാക. അതായത് തോട്ടങ്ങളും മുന്തിരിവള്ളികളും, തുടിച്ച സമപ്രായക്കാരായ തരുണികളും, മദ്യം നിറഞ്ഞ കോപ്പകളുമുണ്ട്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബാ. ലാ യസ്മഊന അവർ കേൾക്കുകയില്ല, ഫീഹ അവിടെ, ലഗ്വൻ അനാവശ്യം കേൾക്കൂല, വലാ കിദ്ദാബ അസത്യവും കേൾക്കൂല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ അവിടെ വെച്ച് അനാവശ്യമോ അസത്യമോ അവർ കേൾക്കുകയില്ല. ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ. ജസാഅൻ മിർ റബ്ബിക നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണിത്. അതാഅൻ ഹിസാബ മതിയായ സമ്മാനം. ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ താങ്കളുടെ നാഥങ്കിൽ നിന്നുള്ള പ്രതിഫലമാണിത്, തികച്ചും മതിയായ സമ്മാനമാണ്. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിത്വാബാ. അതെ, റബ്ബിസ് സമാവാതി വൽ അർളി ആകാശഭൂമികളുടെ രക്ഷിതാവ്, വമാ ബൈനഹുമാ അത് രണ്ടിൻ്റെ ഇടയിലുള്ളതിൻ്റെയും, അർ റഹ്മാൻ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ.
ലാ യംലിക്കൂന മിൻഹു, ലാ യംലിക്കൂന അവർ ഉടമപ്പെടുത്തുന്നില്ല, മിൻഹു അവനിൽ നിന്ന്, ഖിതാബൻ അഭിമുഖീകരിക്കാനുള്ള അവസരം പോലും. റബ്ബിസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബാ. അതേ, ഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും നാഥനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സമ്മാനം അവനെ അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിയുകയില്ല. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്വാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബാ. യൗമ യഖൂമുർ റൂഹു, റൂഹ് ആത്മാവ് നിൽക്കുന്ന ദിവസം. യൗമ അന്നത്തെ ദിവസം, യഖൂമു റൂഹു ആത്മാവ് നിൽക്കും, വൽ മലായികത്തു മലക്കുകളും നിൽക്കും, സഫൻ വരിവരിയായി നിൽക്കും, ലാ യതകല്ലമൂന അവർ ആരും സംസാരിക്കുകയില്ല, ഇല്ലാമൻ ഒരുത്തനൊഴികെ, അതിന ലഹുർ റഹ്മാൻ കരുണാനിധിയായ അള്ളാഹു അവന് അനുമതി കൊടുത്തു. അങ്ങനെയുള്ള ഒരുത്തനല്ലാതെ ഒരാളും അന്നേ ദിവസം സംസാരിക്കുകയില്ല. വഖാല സവാബാ, ആ അനുമതി കൊടുത്തയാളോ, വഖാല അയാൾ പറഞ്ഞു, സവാബൻ സത്യം മാത്രം പറഞ്ഞു. ഇനി ആയത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്വാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബാ. ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം, അന്ന് ഏതൊരാൾ സത്യം പറയുകയും ഏതൊരാൾക്ക് കരുണാനിധിയായ അള്ളാഹു അനുവാദം നൽകുകയും ചെയ്തോ അവരല്ലാതെ ആരും തന്നെ സംസാരിക്കുന്നതല്ല. ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. ദാലിക്കൽ യൗമുൽ ഹഖ്, അതാണ് തികച്ചും ഉറപ്പായ സത്യമായ ദിവസം. ഫമൻ ശാഅ, അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇത്തഖദ ഇലാ റബ്ബിഹി, തൻ്റെ റബ്ബിലേക്ക് ഉണ്ടാക്കി തീർക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, മആബ അവനൊരു മടക്കസ്ഥാനം, അത് സത്യത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ തൻ്റെ നാഥങ്കിലേക്ക് മടങ്ങാനുള്ളൊരു വഴി അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ. ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ഉണ്ടാകുമെന്നുറപ്പായ ഒരു ദിവസമാകുന്നു അത്. അതുകൊണ്ട് വേണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം തൻ്റെ നാഥങ്കിലേക്ക് മടങ്ങാനുള്ള ഒരു വഴി അവൻ തയ്യാറായിക്കൊള്ളട്ടെ എന്നാണ് ഈ ആയത്തിന് വ്യാഖ്യാനം നൽകുന്നത്. ഇന്നാ അൻദർനാകും അദാബൻ കരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബാ. ഇന്നാ അൻദർനാകും, നിശ്ചയം നാം നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, അദാബൻ കരീബ അടുത്തെത്തിയ ഒരു ശിക്ഷയെക്കുറിച്ച്. യൗമ യൻദുറുൽ മർഉ, യൗമ അന്നത്തെ ദിവസം, യൻദുറുൽ മർഉ മനുഷ്യൻ നോക്കും, മാ ഖദ്ദമത് യദാഹു തൻ്റെ മുന്നിൽ
എന്താണ് താൻ മുൻകൂട്ടി ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് നോക്കും. വയക്കൂലുൽ കാഫിറു, അപ്പോൾ കാഫിറായ മനുഷ്യൻ പറയും, യാ ലൈതനി, ഞാൻ ആയിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. കുന്തു തുറാബൻ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. തീർച്ചയായും അടുത്തെത്തിയ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാനിതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തൻ്റെ 2 കരങ്ങൾ മുൻകൂട്ടി ചെയ്തതിനെ മനുഷ്യൻ കാണുകയും അയ്യോ ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സത്യനിഷേധി പറയുകയും ചെയ്യുന്ന ദിവസം ആണ് ആ ശിക്ഷ സംഭവിക്കുക. അള്ളാഹു അവൻ്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്തോടു കൂടെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. പരലോകത്തെക്കുറിച്ച്, വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച്, ഇതേക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വലിയ ഒരു ജീവിതവും വലിയൊരു ലോകവും വരാനിരിക്കുന്നുണ്ട് എന്ന ദൃഢവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനാണ് ഈ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു സത്യത്തെ സത്യമാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.